3 വർഷങ്ങൾക്ക് ശേഷം കോവിഡ് മാർഗനിർദ്ദേശവുമായി സംസ്ഥാന സർക്കാർ. രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടവർ കോവിഡ് പരിശോധന നടത്തണം. രോഗികളും കൂട്ടിരിപ്പുകാരും ആരോഗ്യ ജീവനക്കാരും മാസ്ക് ധരിക്കണം. സംസ്ഥാനത്ത് പരിബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന. ചികിത്സ തേടിയത് 2 ലക്ഷത്തിലേറെ പേർ. UDF കൺവെൻഷനിൽ പാണക്കാട് കുടുംബാംഗങ്ങൾ പങ്കെടുക്കാത്തതിൽ വിവാദം. അസാന്നിധ്യം ചർച്ചയാകുന്നത് അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ ലീഗിന് അതൃപ്തി എന്ന വിവരങ്ങൾക്കിടെ. ഇല്ലാത്ത പ്രചരണം നടത്തേണ്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടി. K സുധാകരനും രമേശ് ചെന്നിത്തലയും കൺവെൻഷനിൽ പങ്കെടുത്തില്ല. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. പത്രിക നൽകിയത് 12 പേർ. മുന്നണി സ്ഥാനാർത്ഥികൾക്ക് അപരശല്യമില്ല. PV അൻവറിന് അൻവർ സാദത്ത് അപരൻ. പേമാരിയിലും മണ്ണിടിച്ചിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വ്യാപക നാശനഷ്ടം. 30-ലേറെ മരണം. മിസോറാമിൽ 211 സ്ഥലങ്ങളിൽ മണ്ണിടിഞ്ഞു. 60 വീടുകൾ തകർന്നു. കേരള തീരത്ത് മുങ്ങിയ ചരക്ക് കപ്പലിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഭീഷണിയാകുന്നു. മുതലപ്പുഴയിലും തുമ്പയിലും മാലിന്യം ഇപ്പോഴും അടിയുന്നു. മാലിന്യം നീക്കം ചെയ്യുന്നതിൽ അനിശ്ചിതത്വം. കാലവർഷവും കടലാക്രമണവും പ്രതിസന്ധി. കണ്ണൂർ അഴീക്കോട് കടലിൽ കാണാതായവർക്കായി ഇന്നും തെരച്ചിൽ. 2 പേർ ഒഴുക്കിൽപ്പെട്ടത് കുളിക്കുന്നതിനിടെ. എറണാകുളം വൈപ്പിൻ ബീച്ചിൽ കാണാതായ യമൻ പൗരന്മാർക്കായും തെരച്ചിൽ. പിറവം ഓണക്കൂറിൽ +2 വിദ്യാർത്ഥിയെ കാണാതായി. ഇന്നലെ സ്കൂളിലേക്ക് പോയ അർജുൻ രഘു മടങ്ങിയെത്തിയില്ല. സിൽവർ ലൈൻ പദ്ധതിക്കായി വീണ്ടും കേരളം. മുഖ്യമന്ത്രി ഇന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കാണും. നാളെ നിതിൻ ഗഡ്കരിയുമായും കൂടിക്കാഴ്ച. ദേശീയപാത വിഷയം ഉന്നയിക്കും. ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണെടുക്കുന്നതിനെതിരെ നാട്ടുകാർ. കാസർഗോഡ് ചാലിങ്കാലിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രതിഷേധം. സംഭവം നിങ്ങൾക്ക് ഇങ്ങനെ ഇത്ര വിഷമം ഇത് അനുഭവിക്കുന്ന നാട്ടുകാർക്ക് എത്ര വിഷമം അല്ലാണ്ട് വന്നവരോട് വെറുതെ